കോളത്ത് മിന്നും വിജയം നേടിയ എം വിൻസെൻ്റ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ചെറിയ ഭൂരിപക്ഷമൊന്നുമില്ല, വലിയ ഭൂരിപക്ഷമാണ്. ഇത് പ്രതീക്ഷിച്ചിരുന്നോ? അല്ല, നല്ല ജനങ്ങളെ ജയിപ്പിക്കുമെന്ന് തന്നെയാണ് കരുതിയിരുന്നത്. ഇത്രയും വലിയ ഭൂരിപക്ഷം ഉണ്ടാവുമെന്നുള്ളത് പ്രതീക്ഷിച്ചിരുന്നില്ല. എങ്കിലും ഇത്രമാത്രം ജനങ്ങൾ നമ്മളിൽ വിശ്വാസം അർപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഈ റിസൾട്ട് കാണിക്കുന്നത്. തീർച്ചയായും ഇത് വലിയ ഭൂരിപക്ഷം എന്ന് പറഞ്ഞാൽ വലിയ ഉത്തരവാദിത്വം കൂടിയായിട്ടാണ് മാറുന്നത്. ക്യാബിനറ്റ് രൂപീകരണമൊക്കെ വരികയാണ്. മന്ത്രിയായി ജനങ്ങളെ സേവിക്കാൻ ഒരു അവസരം ലഭിക്കും എന്ന് കരുതുന്നുണ്ടോ? ഞാൻ 2006 എനിക്ക് അസംബ്ലി സീറ്റ് തരണം എന്നാവശ്യപ്പെട്ട് നേതൃത്വത്തെ സമീപിച്ചയാളാണ്. പക്ഷെ അന്ന് എനിക്ക് കിട്ടിയില്ല. പക്ഷെ അതിനുശേഷം പിന്നെ സീറ്റേ ചോദിച്ചുകൊണ്ട് പോകേണ്ടി വന്നിട്ടില്ല. ഇപ്പോൾ KPCC വൈസ് പ്രസിഡൻ്റായി, അതാവശ്യപ്പെട്ട് പോകേണ്ടി വന്നിട്ടില്ല. പക്ഷെ അതെല്ലാം പാർട്ടി തരികയാണ്. അപ്പോൾ അങ്ങനെ പാർട്ടി തീരുമാനിക്കട്ടെ എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ലാതെ മന്ത്രിസ്ഥാനം എന്നുള്ളത് നമ്മുടെ ഒരു പ്രധാനപ്പെട്ട കൺസേൺ അല്ല. ഫ്ലക്സ് യുദ്ധങ്ങളൊക്കെയാണ് നടക്കുന്നത് പലയിടങ്ങളിലും. അങ്ങനെ വഷളാക്കേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു? ഇത് ഫ്ലക്സ് യുദ്ധമെന്നൊന്നും പറയേണ്ട കാര്യമില്ല. ലക്ഷക്കണക്കിന് പ്രവർത്തകരുള്ള പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ചില ആളുകൾ വരണം, ചില നേതാക്കൾ വരണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ചിലർ വയ്ക്കുന്നതായിരിക്കാം. അത് അവരുടെ ഒരു പരിചയക്കുറവോ അവരുടെ ഒരു പക്വതക്കുറവോ ആയിട്ടെല്ലാം കാണാം എന്നുള്ളതല്ലാതെ കോൺഗ്രസ്സിന് UDFനകത്ത് ഈ ജനവിധിയെ, ഈ കിട്ടിയിരിക്കുന്ന തിളക്കമാർന്ന ജനവിധിയെ അവഹേളിക്കുന്ന തരത്തിൽ ഒരു നീക്കവും കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയില്ല. മന്ത്രിയാകും, തിരുവനന്തപുരത്ത് നിന്നും മന്ത്രിയാകും എന്ന് പ്രതീക്ഷിക്കുന്ന ആളുകളിൽ ഒരാളാണ് എം വിൻസെൻ്റ്.